ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ക്യാരറ്റ് ഹൽവയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടാലോ? അപ്പോൾ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തും ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂവും ആൽമണ്ടും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറും 4 ഇൻഗ്രീഡിയൻസ് മതി. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഞാൻ ദേ മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം ആൽമണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ നെയ്യിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ നെയ്യിൽ നല്ലപോലെ സോട്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതാ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യാം. നെയ്യ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ രണ്ടുകൂടെ മിക്സ് ചെയ്യണം. ഞാനതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആവരുത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശകലാണെങ്കിലും നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ക്യാരറ്റ് നെയ്യ്ക്കിടെ നല്ലപോലെ ഒന്ന് വേവുന്ന വരെ നമ്മൾ ഇളക്കുക. അതുപോലെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ അതിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ചെയ്യാവുള്ളൂ. ഹൈ ഫ്ലെയിമിലിടരുത്. നല്ലപോലെ ഒന്ന് സോട്ടായി വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കുക. ഇപ്പോൾ ഇതാ പഞ്ചസാര മെൽറ്റ് ആവുന്നുണ്ട്. ഇനി നല്ലപോലെ മെൽറ്റായിട്ട് പഞ്ചസാര എല്ലാം ക്യാരറ്റ് പിടിച്ച് നല്ലപോലെ കുറുകി വരും. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ ഇളക്കുമ്പോൾ ഈ പാനിൽ നിന്ന് വിട്ട് വരണം. ഈ ഒരു കൺസിസ്റ്റൻസി വരെ നല്ലപോലെ കുറുകി വരും. ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ വരണം. ഇനി നമുക്കിത് പതിയെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ ബൗളിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് അത് മൊത്തം സ്പ്രെഡ് ചെയ്യണം. അതിൽ ഞാൻ നല്ലപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കുകയാണ്. റാൻഡമായിട്ട് കുറച്ച് കാഷ്യൂസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഹൽവ ഇടാൻ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ദൈവാംശം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വീറ്റ്സ് ലവേഴ്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി യമ്മി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. ബൈ പറയൂ. ബൈ.